ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഗ്രീൻ പീസ് കറിയാണ്. അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഫ്രഷ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഡ്രൈ ഗ്രീൻ പീസ് ആണെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. അത് ഞാനൊരു കുക്കറിലേക്ക് ഇടുന്നുണ്ട്. ഗ്രീൻ പീസിനോടൊപ്പം തന്നെ ഒരു മീഡിയം വലുപ്പത്തിൽ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതോടൊപ്പം 3-4 അല്ലി വെളുത്തുള്ളിയും ഉണ്ട്. ഇതും കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. 2 വിസിൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ്. കുതിർത്തി വെച്ചിട്ടുള്ളതാണെങ്കിൽ ഒരു 4 വിസിലെങ്കിലും വേണം ഗ്രീൻ പീസ് വേവിച്ചെടുക്കാൻ. കുക്കർ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഗ്രീൻ പീസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഇതിലേക്കൊരു താളിപ്പ് ചേർക്കാം. താളിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്, 3-4 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണിലും താഴെ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, 2 ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. സവാള വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതോടൊപ്പം കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഗ്രേവി ഇതിലേക്ക് ചേർക്കാം. പീസ് ഗ്രേവി ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് ഉപ്പും എരിവൊക്കെ നോക്കുക. എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി പെപ്പർ പൗഡർ ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില തൂവാം. ഞാൻ കുറച്ചുകൂടെ മല്ലിയില ഇടുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇവിടെ ഞാനിത് ചപ്പാത്തിക്കൊപ്പാണ് സെർവ് ചെയ്യുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. Thank you.